അങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ, പിന്നെ എന്തിനാ നീ ഒറ്റയ്ക്ക് പോകുന്നേ? അത് ശരി, നീയല്ലേ എന്നോട് പറഞ്ഞേ ഞാൻ കാണുന്നൊരു ഡാൻസ് ക്ലാസ് എപ്പോഴും താമസിക്കാനോ? എനിക്കാകെ ഒരു ശല്യമാണ്, താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞാ നീ ഇതിന് കാര്യമാക്കിയത്. വീണ്ടും വീണ്ടും പറഞ്ഞു ഞാൻ തന്നെ കിട്ടിട്ടുണ്ട്. അവളൊന്ന് റിജക്ട് ചെയ്യുമായിരിക്കും, അത്രയല്ലേ ഉള്ളൂ. ഒന്നുകൂടി പോയി പറ. 2 വാഴകളും രാവിലെ തന്നെ വന്ന് നിന്നിട്ടുണ്ട്. ഭദ്രേ, നീ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? അവരെന്തായാലും നമ്മുടെ വയസ്സിന് മൂത്തവരല്ലേ, അങ്ങൊന്നും പറയാൻ പാടില്ല. അല്ല, അവനെ പിടിച്ച് ഞാൻ പൂജിക്കാൻ രാവിലെ തന്നെ. ഇന്ന് അവൾ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിൽ അതിനുള്ള വഴി ഞാൻ വേറെ കണ്ടിട്ടുണ്ട്. അതേത് വഴി? അവൾ എന്നും ഇതുവഴിയല്ലേ വരുന്നത്? എന്റെ ദൈവമേ, ഇത് നേരത്താണോ ഇവനെയും കൊണ്ട് എനിക്ക് വരാൻ തോന്നിയത്? ഭദ്ര, ഒന്ന് നിന്നേ. ഞാൻ 8 വർഷം കൊണ്ട് നിന്റെ പുറകെ നടക്കുക. നിനക്കെന്താ എന്നോടൊന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ, എന്റെ പിന്നാലെ നടന്നിട്ട് ഒരു കാര്യമില്ല. ഒരു പക്ഷെ എന്റെ വീട്ടുകാർ സമ്മതിക്കുമായിരിക്കും, പക്ഷെ ഞാൻ അതിനൊരുക്കമല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ ഇഷ്ടം അതെനിക്കൂടി തോന്നണ്ടേ? സോ ഇനി വെറുതെ വിട്ടേക്ക്. എന്താ ആദ്യമായിട്ട് കാണിക്കുന്നേ? മോളെ കാവ്യ, ഇവിടെ നടന്ന കാര്യം മോൾ ആരോടെങ്കിലും പറഞ്ഞ പിന്നെ നീ പുറം ലോകം കാണില്ല. അപ്പൊ എന്റെ കൊച്ചു പോയി വണ്ടി കയറും. പോയി വണ്ടി കയറടി. എടാണേ, നിന്റെ പ്ലാൻ എന്താ? ഇതാണോ നീ പറഞ്ഞ വഴി? കാണാൻ പോകുന്ന പോലെ വെറുതെ പറഞ്ഞറിയിക്കണം. ജസ്റ്റ് വാച്ച്. എടാ, നീ കാവ്യമായിട്ട് ഇവിടെ ഇരിക്കേ, ഞാൻ ഇവിടെയും കൊണ്ടൊന്ന് പോയിട്ട് വരാം. എടാ, ഞങ്ങളോട് വരാം. ഒരാവശ്യമില്ല, തൽക്കാലം നീ ഇവിടെ പറ്റി ഇവിടെ നിന്നാ മതി. എടാ, എന്തായി കാര്യം? എന്റെ പെങ്ങളെവിടെ? ഒരുത്തി എനിക്കിവിടെ സൗകര്യം തരുന്നില്ല. ആങ്ങളെ എനിക്കില്ലാത്ത കുഴപ്പം അവളുടെ ഫ്രണ്ടിന്. അതിന് അവൾ ഇതുവരെ എഴുന്നേറ്റില്ല. എന്നാ കുറച്ച് വെള്ളം തലവരി ഒഴി ഒഴുക്കി, എന്നിട്ട് പറയാനുള്ളത് വേഗം പറയാൻ നോക്ക്. സമയം വൈകരുത്. ആ ശരിടാ, ഓക്കെ. എന്താണ് മുണ്ടക്കണ്ണി നോക്കി പഠിപ്പിക്കുന്നത്? ഭദ്ര ശരിക്കും തന്റെ പെങ്ങള് തന്നെയല്ലേ? ഞാൻ ആദ്യമായിട്ട് ഒരാങ്ങളെ പെങ്ങളെ തട്ടിക്കൊണ്ട് കൊണ്ട് സഹായിക്കുന്നത് കാണുന്നത്. പെണ്ണെ, ഉണ്ടായിരുന്നു. അതാ നിനക്ക് നല്ലത്. ഞാനിത് എവിടെയാ? ഹലോ, എഴുന്നേറ്റോ തമ്പുരാട്ടി? അമ്മ, ഇത് എവിടാ? ഞാനൊരു സ്വപ്നം കണ്ടു. നിനക്കിത് എന്തിന്റെ കേടാ പെണ്ണെ? രാവിലെ തന്നെ കുഞ്ഞെഴുന്നേറ്റോ? ഇല്ലമ്മേ, മോൻ ഉറക്കാ. നിന്റെ കാറിൽ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു മോൻ ഉണർത്തുന്നതാണോ എന്ന്. അല്ല, നിനക്ക് എന്തെങ്കിലും നേർച്ചുണ്ടോ ഈ സ്വപ്നം കണ്ട് വിളിച്ചു പോകാമെന്ന്? ഒരു മനസ്സമാധാനം തരത്തില്ലല്ലോ നീ. ആട്ടെ, ഇന്നെന്തായിരുന്നു കാരണം? ശരിടാ, സ്വപ്നം എന്നോട് ചോദിച്ചിട്ടാണോ വരുന്നത്? ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ഇന്നെന്തായാലും ഏട്ടത്തിയായിരുന്നു വില്ലന്. ഒന്നെങ്കിൽ നീ കുഞ്ഞിന്റെ കൂടെ ഇരിക്കും, അല്ലെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് കാവ്യയുടെ കൊടുക്ക്. ശിവേട്ടാ, ഏട്ടാ, വാതിൽ തുറക്ക്. കാവ്യ, ഓ, എന്തൊരു ചെവിയടാ നീ! ഒന്ന് മിണ്ടായിരിക്കാൻ പറ്റുമോ? ഞാൻ പൊട്ടനൊന്നുമല്ല, കേൾക്കാം എനിക്ക്. എന്നെ കടിച്ചു കയറാൻ വരണ്ട. ഞാൻ നിങ്ങളെ പ്രൊഡക്റ്റിനെ ഏൽപ്പിക്കാൻ വന്നതാ. അല്ല, ഇന്നെന്തായിരുന്നു എന്റെ റോള്? നിനക്ക് ഈ സ്വപ്നം കാണാൻ നിർത്തിക്കൂടെ? അതെങ്ങനെ? അതിന് കുറച്ച് ഭക്തിയൊക്കെ വേണം. പ്രാർത്ഥിച്ചിട്ട് കിടന്ന ഒരു സ്വപ്നവും കാണത്തില്ല. ആയിക്കോട്ടെ, തൽക്കാലം എനിക്ക് ഉപദേശം വേണ്ട. പിന്നെ സ്വപ്നം അതിപ്പോ കയറി വരുന്നതിന് ഞാനെന്ത് ചെയ്യാനാ? പിന്നെ ഇന്നത്തെ സ്വപ്നത്തില് ഏട്ടനുണ്ട്, ഏട്ടത്തിയുണ്ട്, പിന്നെ വേറെ ഏതോ ഒരാളുണ്ട്. എല്ലാരും വില്ലൻ റോളാണ്. ആ, ഇത്ര നാൾ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു, അതെന്തായാലും പോയി കിട്ടി. അല്ല, എന്തായിരുന്നു സ്വപ്നം? ആ, ബെസ്റ്റ്, അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ മനുഷ്യ? ആദ്യമോ? ആ, ഏതെങ്കിലും പരിചയത്തിലുണ്ടോ? എന്റെ ഓർമ്മയിൽ എന്തായാലും ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് എങ്ങനെ സ്വപ്നത്തിൽ വരുന്നത്? ഓ, ഇവളുണ്ട്, ഇവളുടെ ഒരു സ്വപ്നമുണ്ട്. ഇവൾ എത്രയോ സ്വപ്നം കാണാം, ഒന്നും നടക്കുന്നില്ലല്ലോ. അതുപോലെ ഉള്ളതു. വീട്. അല്ല ഭദ്രേ, നീ നേരത്തെ ഇറങ്ങോ? അല്ല, നിനക്കെന്താ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അല്ല, ഞാൻ രാവിലെ സ്കൂളിലേക്ക് പോവാ. വേണേ നിന്നെ അതുവഴി ഡ്രോപ്പ് ചെയ്യാം. ഏയ്, നോ താങ്ക്സ്. വേറെ കുറച്ച് പരിപാടിയുണ്ട്, അതുകൊണ്ട് താങ്കൾ നേരത്തെ വിട്ടു, അതാ നല്ലത്. അപ്പം ശരി, ഞാൻ പോയി റെഡി ആവട്ടെ.
എന്തായാലും നേരത്തെ എത്തി. വണ്ടി വരാൻ സമയമാകുന്നതേ ഉള്ളൂ. കുഴപ്പമില്ല. ഇവിടെ എന്തൊരു ബഹളം. തന്തയ്ക്ക് പറഞ്ഞാലാണെങ്കിൽ അവൻ തല്ലടാ. എടോ, താൻ എന്താ ഈ കാണിക്കുന്നത്? ഇതൊരു മനുഷ്യനാ, അല്ലാതെ പാവയല്ല. അത് ചോദിക്കാൻ നീ ആരാടി? ഞാൻ ആരുമായിക്കോട്ടെ, പക്ഷെ നിങ്ങൾ ഈ ചെയ്തതിന് കണക്ക് പറയേണ്ടി വരും. ഓർത്തു വെച്ചോ. നീ ഒന്ന് ചാടാതില്ല വേണ്ടേ? എന്തായാലും നല്ല സമയത്ത് നിന്നെ കണ്ടത്. വളച്ചിട്ടില്ലാത്ത കാര്യം പറയാം. നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട്. ഉത്തരവ് ഇപ്പൊ പറയണ്ട, നാളെ പറഞ്ഞാൽ മതി. ഭദ്ര മരിച്ചാലും നിന്നെ പോലെ ഒരു തെമ്മാടിക്ക് മുന്നിൽ അടിയറവ് പറയില്ല. അപ്പൊ ചാവൻ റെഡി ആയിക്കോ. എന്തായാലും നല്ല പേരാ, ഭദ്ര. നിങ്ങളെത്തിച്ച പേഷ്യൻസിന് കുഴപ്പമൊന്നുമില്ല. ഒരാൾക്ക് കുത്തുണ്ടായിരുന്നല്ലോ, അതെന്തായാലും പോലീസ് കേസ് ആക്കിയിട്ടുണ്ട്. നിങ്ങളും സൈൻ ചെയ്ത് കൊടുത്തതാണല്ലോ. സോ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വീട്ടുകാരെ അറിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഓക്കെ. ശരി ഡോക്ടർ, എന്നാൽ ഞാൻ ഇവിടെ ഇറങ്ങുക. ഇതെന്താ ശിവേട്ട പതിവില്ലാതെ പുറത്തുനിന്ന് നിൽക്കുന്ന ഈ സമയത്ത്? അത് പിന്നെ എന്റെ പുന്നാര പെങ്ങളും എത്തിയില്ലല്ലോ, അവളെ നോക്കി നിന്നതാ. ആഹാ, നേരി കണ്ട കടിച്ചു നിൽക്കും. ഇപ്പൊ എന്തൊരു ടെൻഷൻ. അത് പിന്നെ ഒരാങ്ങളുടെ ടെൻഷൻ പറഞ്ഞ നിനക്ക് ഇങ്ങനെ മനസ്സിലാവാനാ? അല്ലാതെ നീ കുറിപ്പ് എവിടെ പോയി കിടക്കുക? എത്ര നേരമായി? ഇന്റർവ്യൂവിന് പോയിട്ട് ഷോപ്പിങ്ങിന് പോയിട്ട് ഇത്ര സമയം വേണോ? ഇതിപ്പോ ഈവനിങ് ആയില്ലേ? നമുക്ക് തിരിച്ച് വീട്ടിൽ വന്നൂടെ? എന്റെ പൊന്നു മനുഷ്യ, അവള് കൊച്ചു കുട്ടിയൊന്നുമില്ല. അവക്കറിയാം തിരിച്ചു വരാൻ. ആ ദാ ആളും എത്തിയല്ലോ. എന്താണ് ഇവിടെ ഒരു ചർച്ച? എന്നെ പറ്റിയാണോ? ഓ, താമസിച്ചോണ്ടായിരിക്കും. മനസ്സിലായി. നീ പോയിട്ട് ഇന്ന സമയത്ത് എത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും പറയുന്നില്ല, എപ്പോഴും പറയത്തില്ല. പക്ഷെ ആ പെട്ടി പോലത്തെ സാധനം കയ്യിൽപ്പുണ്ടല്ലോ, അതിൽ ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുത്താൽ എന്താ? ബ്രോ, ഞാനൊന്ന് പറയട്ടെ. ആക്ച്വലി ഇന്റർവ്യൂവിനാണ് പോയത്. പക്ഷെ റോഡെല്ലാം അടി കണ്ട് ഞാൻ കയറി ഇടപെട്ടു. വള്ളിയാണോ ചോദിച്ചാൽ ചെറുതായിട്ട്. ആ കാര്യമൊക്കെ തീർത്ത് വന്ന് പിന്നെ പോയി ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് പിന്നെ എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ കയറി ഒക്കെ വന്നപ്പോഴത്തേക്ക് ഇത്രയും താമസിച്ചു. ദ മെയിൻ പോയിന്റ് എന്തെന്ന് വെച്ചാൽ, അടി ഉണ്ടാക്കി വള്ളിയാണെന്ന് പറഞ്ഞില്ലേ, അയാൾ കറക്റ്റ് എൻ്റെ സ്വപ്നത്തിലെ അതേപോലൊരു സാധനം. ഏട്ടൻ്റെ കൂട്ടുകാരനാവാൻ വഴിയില്ല, ഏതോ ഒരു തരികിട സാധനമാണ്. ഏട്ടൻ്റെ കൂട്ടുകാരനാകാൻ യാതൊരു ചാൻസ് ഇല്ല. ഇതുപോലൊരു തരികിട സാധനത്തിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചുരുക്കത്തിൽ പറയാൻ നീ ഏതോ വള്ളിയും പിടിച്ചാ വന്നേന്ന് സാരം. എവിടെ വള്ളി കണ്ടാലും തല വെച്ച് കൊടുത്തോണം കേട്ടോ. ഓ, നിന്നെ പുറത്ത് വിടാൻ തന്നെ പേടിയാ. ഏതെങ്കിലും വള്ളിയും കൊണ്ട് വരത്തുള്ളൂ. ഇതുപോലെ പ്രശ്നമാവോ? ഗുണ്ടകളോടൊക്കെ അടിയിടാൻ പോയേക്കുന്നത്. എന്ത് പ്രശ്നം? ഒരു കുഴപ്പമില്ല. അവരെ പിടിച്ച് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. അവരായിട്ട് തന്നെ കേസ് പോയതാ. കാരണം പോലീസുകാർ വരണമല്ലോ. ഒരാൾക്ക് കുത്തേറ്റതുകൊണ്ട് എന്തായാലും പോലീസ് കേസ് ഉറപ്പാന്ന് എനിക്ക് അപ്പോഴേ തോന്നിയതാ. എന്തായാലും ഞാൻ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും പിടിച്ച വള്ളി പിടിച്ച്. എന്തായാലും അത് വിട്. ഇന്റർവ്യൂ ഒക്കെ നീ സെറ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്നല്ലോ അല്ലേ? അല്ല, നിനക്ക് നമ്മുടെ കമ്പനി ഒന്നും ജോലി ചെയ്താൽ എന്താ കുഴപ്പം? ഞാൻ തന്നെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണമെന്ന് പറയുന്നത് വലിയ കഷ്ടം തന്നെ. എന്താന്ന് വെച്ചാൽ നീ ചെയ്. അയ്യോ സായിക്കുട്ട, മറന്നുപോയി. നാളെ മേടിച്ചു തരാം, പ്രോമിസ്. ഇല്ലട പൊന്ന, നിയമ വാക്ക് പറഞ്ഞ വാക്കല്ലേ അത്. നിയമ പറ്റിക്കത്തില്ലല്ലോ. സത്യം കിട്ടും. നാളെ മേടിച്ചു തരാം. സായു ചെല്ല്, മുത്തശ്ശി അപ്പുറത്ത് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ചെല്ലെടുത്ത് കുടുക്കി. ചെല്ലു. അടി ഭീകരി, നീ അല്ലേ അവനോട് പറഞ്ഞത് ഞാൻ ചോക്ലേറ്റ് കൊണ്ടുവരുമെന്ന്? അല്ല, എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? ഇവന്റെ വഴക്ക് രാവിലെ തൊട്ട് തുടങ്ങുന്നതാണ്. ഏട്ടനും ഞാനിവിടെ ഇല്ലാന്നപ്പോൾ എപ്പോഴാ വരിക എന്ന് അമ്മയോടായിരുന്നു ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങളെ കണ്ട് സമാധാനമായി കഴിഞ്ഞപ്പോൾ പിന്നെ നിന്നെ പറ്റിയായി. ഞാൻ പറഞ്ഞു നിനക്ക് ചോക്ലേറ്റ് മേടിക്കാൻ വേണ്ടി പുറത്ത് പോയതാ, പിന്നീട് വരുമ്പോൾ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ ഒരു വിധത്തിലാണ് നിർത്തിയത്. അതാ വന്ന് ചോക്ലേറ്റ് ചോദിച്ചത്. ആക്ച്വലി ചോക്ലേറ്റ് മേടിക്കാൻ ഞാൻ പിന്നെ വിചാരിച്ച നീ അല്ലേ പറയാറ് എപ്പോഴും ചോക്ലേറ്റ് കൊടുക്കണ്ടെന്ന്. അതുകൊണ്ട് പിന്നെ ഞാൻ അതങ്ങ് വിട്ട്. എനിക്ക് നല്ല ക്ഷീണം വരുന്നത്. രണ്ടുകൂടി ഒന്ന് അകത്ത് കയറി പോവാവോ? ഈ ചർച്ച പിന്നീടാക്കാം. ചെല്ലു. നീ ഇപ്പൊ വന്ന് കയറിയല്ലേ ഉള്ളൂ. പോയി റെഡിയാവും. പോ. അച്ഛാ,
ഏട്ടൻ്റെ കൂട്ടുകാരൻ വിളിച്ചിരുന്നു. ഏട്ടൻ്റെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെന്നാ പറഞ്ഞേ. അച്ഛൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാവോ? ഇന്ന് ഇനിയിപ്പോൾ എന്ത് വള്ളിയാണോ എന്ത് ചെയ്യാനാ? കൊഞ്ചിച്ച് വളർത്തി ഈ കോലത്തിലാക്കിയതും ഞങ്ങൾ തന്നെ. ഞാൻ പോയി നോക്കട്ടെ മോളെ. മോളെന്തായാലും അമ്മയോട് ഇപ്പം പറയണ്ട. ആ അങ്കിൾ എത്തിയോ? ഞാൻ അങ്കിൾ വിളിച്ചപ്പോൾ തന്നെ അവരോട് കാര്യങ്ങളൊക്കെ തിരക്കിയിരുന്നു. വാക്കുതർക്കത്തിൽ തുടങ്ങിയ എന്തോ ഒരു തല്ല് കേസാ. ആ എന്തായാലും അവർക്കും പരാതിയില്ലെന്ന് പറഞ്ഞ് ഒപ്പിട്ടെന്തായാലും എടുത്തിട്ടുണ്ട്. സോ കേസ് ഫയലാക്കിയിട്ടില്ല. അങ്കിൾ അവനെ കൊണ്ടുപോവാം. ഇനിയെങ്കിലും സൂക്ഷിക്കാൻ പറയണം. പഠിപ്പും വിവരമുള്ള ചെറുക്കനല്ലേ. ഇപ്പോഴും ഇവന്മാരെ ഇങ്ങനെയൊക്കെ വിട്ടാൽ എങ്ങനെ ശരിയാവും അങ്കിൾ? അങ്കിള് കമ്പനിയെങ്കിലും പിടിച്ചെടുത്താൻ വയ്യായിരുന്നു അവനെ. എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം കൊടുത്താൽ അവൻ നന്നായനെ. ലാളനെ കൊടുത്ത് വളർത്തിയത് എൻ്റെ ഭാര്യയുടെ തെറ്റാ മതി. കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ ഇനിയും തല്ലി പഠിപ്പിക്കാൻ വേണ്ടി. പറഞ്ഞിട്ടെന്ത് കാര്യം? ഇനിയിങ്ങനെ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കണം തന്നെ എൻ്റെയും തീരുമാനം. എന്തായാലും ഇപ്പോൾ ഒന്ന് കൊണ്ടുപോട്ടെ ഞാൻ. ശരി മോനെ.